OnePlus Buds. OnePlusൽ നിന്നുള്ള ആദ്യത്തെ ട്രൂ വയർലെസ് ഇയർബഡ്സ്. ആപ്പിൾ എയർപോഡ്സിനോട് ഒരുപാട് സാദൃശ്യം തോന്നുന്ന ഈ ഇയർഫോണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നവാസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ക് ആൻഡ് ടെക് എന്നതിൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നേരം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീണ്ടും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ബോക്സ് തന്നെയാണ്. ബോക്സിൻ്റെ സൈഡിലായിട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ ആണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ക്വിക്ക് ചാർജ് സപ്പോർട്ട് ഈ ഇയർഫോണിനും ഹൈലൈറ്റ് ആണ്. 10 മിനിറ്റ് ചാർജിങ്ങിൽ 10 മണിക്കൂർ യൂസ് ചെയ്യും. അതിനായിട്ടൊരു സ്പെഷ്യൽ ഫാസ്റ്റ് ചാർജർ ആവശ്യമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. സാധാരണയുള്ള 10 വാട്ട് ചാർജർ തന്നെ മതിയാവും. സെറ്റ് യുവർ മ്യൂസിക് ഫ്രീ. ചാർജിങ് കേസിലായിട്ട് ഇയർബഡ്സ്, ഒരു കുഞ്ഞ് ടൈപ്പ് സി കേബിള്, യൂസർ മാനുവൽസ്, വളരെ സിമ്പിളായിട്ടുള്ള പാക്കേജിങ്. ഈ വൈറ്റ് കളറില്ലാതെ ഗ്രേ കളറ് നമ്മുടെ ഫ്രീക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ട് നോട്ട് ബ്ലൂ കളേഴ്സിൽ കൂടെ ഈ ഇയർബഡ്സ് വരുന്നുണ്ട്. വൈറ്റ് കളർ കൂടുതൽ നീറ്റായിട്ട് തോന്നിയുകൊണ്ടാണ് നമ്മൾ അതെടുത്തത്. എയർപോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മാറ്റ് ഫിനിഷ് ചാർജിങ് കേസാണ്. ഫുൾ പ്ലാസ്റ്റിക് ബോഡി, ഹിഞ്ച് മെറ്റാലിക് ആണ്. ഡ്യൂറബിൾ ആവും എന്ന് കരുതാം നമുക്ക് എന്തായാലും. ഫ്രണ്ടിലായിട്ട് ഒരു മൾട്ടി കളർ ഇൻഡിക്കേറ്റർ ലൈറ്റ്, പുറകിലായിട്ടൊരു പെയറിംഗ് ബട്ടൺ, ചാർജിങ് സ്ലോട്ട് താഴെയാണ് കൊടുത്തിട്ടുള്ളത് ടൈപ്പ് സി. ഹിഞ്ചസ് എല്ലാം നല്ല റിജിഡാണ്, നല്ല ക്ലിക്കി സൗണ്ട് കേൾക്കാം. മാഗ്നറ്റിക് അറ്റാച്ച്ഡ് ആണ് ലിഡ് എന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെ നമുക്കൊരു സിംഗിൾ ഫിംഗർ വെച്ചിട്ട് തന്നെ തുറക്കാവുന്ന രീതിയിൽ സ്മൂത്താണ്. ലിഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇയർബഡ്സ് ഗ്രൂസിലായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്നത് കാണാം. ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് റിട്ടൻഷനാണ് ബഡ്സിനെ ഈ കേസിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. കേസ് ഓപ്പൺ ആക്കി ഇങ്ങനെ തിരിച്ചു പിടിച്ചാലോ അത്യാവശ്യമൊക്കെ ഒന്ന് കുലുക്കിയാൽ പോലും ഇത് താഴെ വീഴുന്നില്ല. ഗ്രേറ്റ്. ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, യൂസർ ഫ്രണ്ട്ലി, നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ എന്ന് പറയാം. ബഡ്സ് ഗ്ലോസി പ്ലാസ്റ്റിക് മെയ്ഡാണ്. എയർപോഡ്സിൻ്റെ ഒക്കെ പോലെ തന്നെ സ്റ്റെം സ്റ്റൈലാണ്. സ്പീക്കർ പ്ലേസ്മെൻ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം. പുറമേ കാണുന്നത് ടച്ച് കൺട്രോൾസ് ആണ്. 3 മൈക്രോഫോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ മൈക്കാണ്. എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയാണ് ഇങ്ങനെ 3 മൈക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ബഡ്സ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. 4.7 ഗ്രാംസ് മാത്രമാണ്. 37 ഗ്രാംസ് ആണ് ഇതിൻ്റെ ചാർജിങ് കേസ് വരുന്നത്. നമ്മളിത് ആദ്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റ് പെയർ കാർഡ് നമ്മുടെ ഫോണിൽ പോപ്പപ്പ് ചെയ്യും. താങ്ക്സ് ടു ഗൂഗിൾ ഫാസ്റ്റ് പെയർ സപ്പോർട്ട്. ഇതല്ലാതെ നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ പെയറിംഗ് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് ഡിവൈസുകൾ പെയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാം. ബ്ലൂടൂത്ത് 5.0 ആയതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. ഏകദേശം 10 മീറ്ററോളം റേഞ്ച് പറയുന്നുണ്ട് കമ്പനി. നിങ്ങളുടെ കയ്യിൽ OnePlus ഡിവൈസുകൾ ഉണ്ടെങ്കിൽ പെയറിംഗ് പ്രോസസ്സ് ഒന്നും കൂടെ ഈസിയാണ്. അതുമാത്രമല്ല, OnePlusന് മാത്രമായിട്ടുള്ള കുറേ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സും ഈ ഒരു ഇയർബഡ്സിന് വരുന്നുണ്ട്. ടച്ച് കൺട്രോൾസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുക, ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ OnePlus ഡിവൈസുകൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഇയർബഡ്സിൻ്റെ ഒരു പോരായ്മ ഇതിൻ്റെ ഫിറ്റാണ്. 1 സൈസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് ഫിറ്റ് ആവണമെന്നില്ല. എൻ്റെ കേസിൽ ഐ ആം ലക്കി, പെർഫെക്റ്റ് ഫിറ്റാണ്. സെമി ഓപ്പൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടൈറ്റ് സീൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പുറമേ നടക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആക്ച്വലി ഐ പ്രിഫർ ദീസ് ടൈപ്സ്. ഇന്നിയർ ടൈപ്പ് ഇയർബഡ്സ് വെച്ച് പുറമേ നടക്കുമ്പോഴൊക്കെ വല്ലാതെ ഐസൊലേറ്റഡ് ആയി പോകും. നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുന്ന സൗണ്ട് വരെ നമ്മൾ ചെവിട്ടിലേക്ക് വല്ലാതെ ഡും ഡും എന്ന് പറഞ്ഞ് കേൾക്കാം. പക്ഷേ ഈ ടൈപ്പിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ആംബിയൻ സൗണ്ടൊക്കെ ഇത്തിരി കേൾക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഡ്രൈവിങ്ങും അതേപോലെ ജോഗിങ്ങിനിടയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. വാട്ട് യു സേ? ഏത് ടൈപ്പാണ് നിങ്ങൾ ചോയ്സ് ചെയ്താന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയാണ് നമ്മളെ പ്രധാന കാര്യം വരുന്നത്, സൗണ്ട് ക്വാളിറ്റി. OnePlus ഒക്കെ പോലെ തന്നെ വോക്കൽസ് നല്ല ക്ലിയറാണ്. കോൾസ്, ഫിലിംസ്, യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഡയലോഗ്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം.
ബേസും തന്നെ നല്ലതാണ്. ആ ഒരു ടൈറ്റ് സീലിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യും, എന്നാലും ഗുഡ്. 13.4 mm ഡ്രൈവേഴ്സാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മിഡ് ടോണിൻ്റെ സെപ്പറേഷൻ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വോയിസൊക്കെ നല്ല ലൗഡാണ്. 70 to 80% ഓൺലൈൻ ലെവൽ തന്നെ നമുക്ക് മതിയാവും. ഓവറോളായിട്ട് ഒരു 8 out of 10 കൊടുക്കാൻ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇയർഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക്. ഈ ഒരു ബഡ്ജറ്റിൽ അത് മികച്ചതാണ്. കോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്താ വെച്ചാൽ 3 മൈക്രോഫോൺസ് ഉള്ളതുകൊണ്ട് തന്നെ നോയിസ് ക്യാൻസലേഷൻ പെർഫെക്റ്റ് ആയിട്ട് വർക്കാവുന്നുണ്ട്. നമ്മളിപ്പോൾ കോൾ വിളിച്ചവരൊക്കെ തന്നെ ഇയർഫോണിൻ്റെ മൈക്കിലാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് അവർക്ക് ഒരു തരത്തിലും തോന്നിയിട്ടില്ല. അപ്പോൾ കോൾ ക്വാളിറ്റിക്ക് നമുക്ക് 100 മാർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. കൺട്രോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിയർ ഡിറ്റക്ഷൻ ഫീച്ചർ ഉണ്ട് ഇതിന്. നമ്മൾ ചെവിയിൽ നിന്ന് ഇയർഫോൺ എടുക്കുമ്പോൾ തന്നെ സോങ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും പോസായി പോകും. അത് തിരിച്ചു വെക്കുമ്പോൾ ഓട്ടോ പ്ലേ ആവുകയും ചെയ്യും. ടച്ച് കൺട്രോൾസിൽ ഡബിൾ ടാപ്പ് മാത്രമാണ് നമുക്ക് സാധാരണയുള്ള ഫോണുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് സോങ് വെക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനൊക്കെ ഈ ഡബിൾ ടാപ്പ് ചെയ്യുന്നത് മതിയാവും. പക്ഷേ OnePlus ഫോണുകളാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടച്ച് കൺട്രോൾസ് കസ്റ്റമൈസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ക്വിക്ക് സ്വിച്ച് പോലെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ OnePlus ഡിവൈസസിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. 35 mAh ആണ് ഇയർബഡ്സ്. 420 mAh ഒരു കുഞ്ഞു പവർ ബാങ്കാണ് ഈ കേസ്. ബഡ്സ് ഇതിനകത്ത് ഇട്ട് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബഡ്സ് ചാർജ് ആവും. 7 മണിക്കൂർ ബഡ്സിനും 30 മണിക്കൂർ ചാർജിങ് കേസ് അടക്കമാണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ്. എൻ്റെ യൂസിൽ ബഡ്സിന് മാത്രം ഏകദേശം നമ്മൾ 70 to 80% വോളിയം വെച്ച് യൂസ് ചെയ്തിട്ട് 5.5 മണിക്കൂറോളാണ് ഈസി ആയിട്ട് കിട്ടുന്നത്. ടോട്ടലായിട്ട് 25 മണിക്കൂറിൽ കൂടുതലും ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. 10 മിനിറ്റ് ചാർജിൽ 10 മണിക്കൂർ യൂസ്, അതും ഒരു സാധാരണ ചാർജർ വെച്ചിട്ട്. പക്ഷേ നമുക്ക് നെക്ക് ബാൻഡ് സ്റ്റൈൽ പോലെ വയർലെസ് ജി പോലെ തന്നെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഈ ഒരു 10 മണിക്കൂർ കിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ബഡ്സ് 5.5 മണിക്കൂർ വരെ മാക്സിമം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാർജിങ് കേസിലേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ആവും. പക്ഷേ ഈ 10 minutes 10 hours എന്നുള്ളത് നമ്മൾ ചാർജിൽ കുത്തേണ്ട കാര്യത്തിൽ മാത്രമാണ്. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് 5.5 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെയാണ് കിട്ടുക. 5000 രൂപക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി, ബാറ്ററി ലൈഫ്, മികച്ച ബിൽഡ് ക്വാളിറ്റി ഒക്കെ തരുന്ന നല്ലൊരു ട്രൂ വയർലെസ് ഇയർബഡ്സ് തന്നെയാണ് OnePlus Buds. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു OnePlusൻ്റെ ഫോൺ വേണമെന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.